ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കായി രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് തിരിച്ചു. മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിൽ നിന്ന് വിമാനം വൈകിയാണ് പുറപ്പെട്ടത്. 12 മണിക്കാണ് രാഹുലിന്റെ ഭാരത് ന്യായ് ജോഡോ യാത്ര തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും മണിപ്പൂരിൽ നിന്ന് അർജുൻ പീതാംബരനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, മണിപ്പൂരിൽ ആരൊക്കെ എത്തിയിട്ടുണ്ട്? തുടങ്ങാൻ അല്പം വൈകുമെന്ന് തോന്നുന്നു. ആര്യ, തുടങ്ങാൻ ഒരു അല്പം വൈകും. നേരത്തെ 12 മണിയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 2:30 ആകും ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കാൻ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിലവിൽ ജയറാം രമേശും അധിർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ കുറച്ച് മുൻപാണ് ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് നീങ്ങിയത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, മല്ലികാർജുൻ ഖാർഗെ, രേവന്ത് റെഡ്ഡി, സിദ്ധരാമയ്യ, കേരളത്തിൽ നിന്നാണെങ്കിൽ KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, KC വേണുഗോപാൽ MP, ഇവരെല്ലാം കയറി വിമാനത്തിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്കൊരു 1 മണിയോടുകൂടി തന്നെ ഇംഫാൽ വിമാനത്താവളത്തിലേക്ക് ഇവർ എത്തിച്ചേരും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഇംഫാലിലേക്ക് എത്തിയിരുന്നു. അല്ലട്ടാ, 2ാം ഘട്ടം തുടങ്ങിയാണ് ഭാരത് ജോഡോയുടെ. എന്താണ് പ്രതീക്ഷ? 100% രാജ്യത്തിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടിയും നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ഈ 2ാമത്തെ യാത്രയെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആദ്യത്തെ യാത്രയും 2ാമത്തെ യാത്രയുമായി ചില സാങ്കേതികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ യാത്ര നമ്മൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 4080 കിലോമീറ്റർ 5 മാസം 150 ദിവസം കാൽനടയായി തന്നെയാണ് കടന്നു വന്നത്. ആ യാത്രയിൽ മുഴുവൻ സമയം നടന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ യാത്ര വ്യത്യസ്തമാണ്. 66 ദിവസം, 100 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, 337 നിയമസഭാ മണ്ഡലങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 6700 കിലോമീറ്റർ നിങ്ങൾക്കറിയാം. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം പ്രകൃതിപരമായ പ്രത്യേകതകളുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഈ 6700 കിലോമീറ്റർ നടന്നെത്താൻ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ അടക്കം വരുന്ന സാഹചര്യത്തിൽ സമയം പോരാതെ വരും എന്നുള്ളത് കൊണ്ടും നമ്മൾ വാഹനത്തിൽ കൂടി ഇതിനുള്ള ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ മണിപ്പൂരിലെ വേദി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചാണ്. അസാമിലും പ്രശ്നങ്ങളുണ്ട്, നാഗാലാൻഡിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. മണിപ്പൂരിൽ നിന്ന് തുടങ്ങി ആ പ്രദേശങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ അനുമതിയും വേദികളെ ചൊല്ലി സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കുന്നവർ ബാധ്യസ്ഥരാണ്. ആ കാര്യം ഞങ്ങളും അത് പാലിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ഇംഫാലിൽ തീരുമാനിച്ചു. അത് മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറ്റിയില്ലേ? ഞങ്ങൾ അതിന് തർക്കിക്കാൻ, വഴക്കുണ്ടാക്കാനും ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് അത് ചെയ്യും. അത് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടല്ല. പ്രശ്നം ഇല്ലെങ്കിലും ഗവൺമെന്റ് ചെയ്യും. കാരണം മണിപ്പൂരിൽ നിന്നില്ലാതെ മറ്റെവിടെ നിന്നും ഈ യാത്ര തുടങ്ങാനാകില്ല എന്ന് കോൺഗ്രസ് ഉറച്ച നിലപാടിൽ തന്നെയാണ്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് കൂടി തുടരുന്നുണ്ട്. അനൂപ്, ഡൽഹിയിൽ അതിശൈത്യമാണ്. ഇന്നലെയൊക്കെ -3 ആയിരുന്നു താപനില. ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? അതോണോ ഈ വിമാനം വൈകാൻ കാരണം? കടുത്ത തണുപ്പാണ്. തണുപ്പ് മാത്രമല്ല, ഈ മൂടൽമഞ്ഞും. തണുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി തന്നെ തണുപ്പുണ്ട്. പക്ഷേ ഒരു 2-3 ദിവസമായ തണുപ്പ് കൂടി. താപനില 3 ഡിഗ്രി സെൽഷ്യസിലൊക്കെ എത്തുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കനത്ത മൂടൽമഞ്ഞാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറെ മൂടൽമഞ്ഞ്. ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 8 വിമാനങ്ങൾ 7 എണ്ണം ജയ്പൂരിലേക്കും 1 മുംബൈയിലേക്കും തിരിച്ച് വിടുന്ന സ്ഥിതിയുണ്ടായി. രാവിലെ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവർക്ക് പുറപ്പെടേണ്ട വിമാനം, ഒരു പ്രത്യേക വിമാനം കോൺഗ്രസ് തയ്യാറാക്കി നിർത്തിയതുമാണ്. പക്ഷേ അവർക്ക് കയറി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പോകാനുള്ള അവസ്ഥ ഡൽഹി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര വൈകി. പിന്നീട് കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരുമിച്ച് തന്നെ വിമാനത്തിൽ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഈ കാലാവസ്ഥ കുറച്ചധികം പ്രശ്നമുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ പരിപാടിയെ ബാധിക്കില്ല. കൃത്യസമയത്ത് തന്നെ നേതാക്കൾ അവിടെ എത്തും. പരിപാടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നേതാക്കൾ അവിടെ എത്തുമെന്നാണ് പ്രധാനപ്പെട്ട ഈ ചുമതലയുള്ള നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ യാത്ര കുറച്ച് ദുഷ്കരമാകുന്ന അവസ്ഥയിലാണ് സ്ഥിതി ഉള്ളത്. ശരി, അനൂപും അർജുനുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യാത്ര തുടങ്ങിയിട്ടുണ്ട്. 1 മണിയോടുകൂടി മണിപ്പൂരിലെത്തും. 2:30 ഭാരത് ജോഡോ 2ാം പതിപ്പ് ന്യായ് യാത്ര തുടങ്ങാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും.